Bye. ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിവേ, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പിന് പോവാണ്. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴൊന്നും പോസ്റ്റ് ചെയ്യേണ്ട ആളല്ല കേട്ടോ. കുറേ കാലം മുന്നേ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മെയിലൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ആക്ച്വലി മറന്നുപോയി. ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചു എന്നല്ലാതെ ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ കണ്ടിട്ടുമില്ല. ഇതിന് വോയിസ് ഓവറും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കാര്യം വിട്ടുതന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്, അയ്യോ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്ന്. അതുവരെയും എനിക്കും ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ആക്ച്വലി ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വഴിയെ നിങ്ങൾക്ക് ഞാൻ ഇവരെ എല്ലാവരെയും പരിചയപ്പെടുത്തരാം. എന്തായാലും ഞാനിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന രണ്ടുപേരെ കണ്ടില്ലേ, അതിൽ ഒരാളുടെ പേര് മെൽബി എന്നും ഒരാളുടെ പേര് അശ്വതി എന്നും ആട്ടോ. സോ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1:30 ആയപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 4:30 ആകുമ്പോഴായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. വന്ദേ ഭാരത് ആയിരുന്നു, റിസർവ്ഡ് ആയിരുന്നു ഓൾറെഡി. സോ നമുക്കൊരു 1:30 ആയപ്പോഴാണ് കാർ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ താമരശ്ശേരി എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാനും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടോ, ഞാൻ ഈ ഓഫീസിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് പോകുന്നത്. സോ ഐ വാസ് വെരി എക്സൈറ്റഡ് ആ ഒരു ടൈമിൽ. കാരണം മോർ ദാൻ ലൈക്ക് ആ ഒരു ഇവൻറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഓഫീസിൽ എല്ലാവരുമായിട്ട് കൂടുതലൊന്ന് മിങ്കിളാവാൻ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു എനിക്കത്. സോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾക്ക് പോകെയാണ് ഞങ്ങൾ കുറച്ച് നെർവസ് ആവാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾ ഫുൾ കോമഡിയൊക്കെ പറഞ്ഞ് കുറേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കിയൊക്കെ ഇരുന്നു, ഞാനും മെൽബി ചേച്ചിയൊക്കെ. പക്ഷെ പിന്നെ ഞങ്ങൾ കൊടുവള്ളി ഒക്കെ എത്തിയപ്പോഴാണ് നല്ല രീതിക്ക് ടെൻഷനായി തുടങ്ങിയത്. കാരണം ഞങ്ങൾ നല്ല ലേറ്റ് ആയിരുന്നു. ആൻഡ് ഹാഫ് ആൻ അവറിലാണ് താങ്ക് ഗോഡ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ സ്റ്റേഷനിൽ എത്തിക്കുന്നതും ഓടി വന്നിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുന്നത്. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു 5 മിനിറ്റ്സ് എങ്ങാണ്ട് ലേറ്റ് ആയിട്ടായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ട്രെയിൻ കയറി ഒന്ന് സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ഞങ്ങളെല്ലാവരും ശ്വാസം വലിച്ചു വിടുമായിരുന്നു. കാരണം ഓടി വന്നതിൽ തന്നെ മെൽബി ചേച്ചിക്കൊക്കെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല ഓട്ടമായിരുന്നു ഞങ്ങൾ ഓടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിൻ കയറി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ തൊട്ട് പാക്കത്ത് 3 സീറ്റിലാട്ടോ ജെൻസി ചേച്ചിയും അശ്വതി ചേച്ചിയും മെൽബി ചേച്ചിയൊക്കെ ഇരിക്കുന്നത്. ആൻഡ് തൊട്ടപ്പുറത്തായിട്ടാണ് എൻ്റെ ബി എമ്മും ഹർഷ മാമും അതേപോലെ ജെസി ചേച്ചിയും ഇരിക്കുന്നത്. സോ എനിക്ക് ഒറ്റയ്ക്കായിരുന്നു സീറ്റ്, സൈഡ് സീറ്റായിരുന്നു. സോ ബട്ട് ഐ വാസ് ഓക്കെ, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലൈക്ക് ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ആൻഡ് ബൈ ഒരു 7:20 ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ എറണാകുളം നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെത്തി. ആൻഡ് ഞാൻ കൊച്ചിയിലായിരുന്നു പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാനും ഒന്ന് കൊച്ചിയിലേക്ക് പോയത്. പിന്നെ നമുക്കവർ സ്റ്റേ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലം ലൈക്ക് സംതിങ് അവിടെയായിരുന്നു, അതായത് നമ്മളെ കച്ചേരിപ്പടിയില്ലേ, അവിടെയായിരുന്നു നമുക്ക് സ്റ്റേ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസും നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീനും ഒക്കെ ആയിരുന്നു. ഫുഡും ഇവരത് നല്ലതായിരുന്നു കേട്ടോ. സോ എൻ്റെ റൂം ടൂർ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ ജെസി ചേച്ചി. സോ റൂം ടൂർ കണ്ടോളൂ കേട്ടോ. ഇവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഞാനും ജെസി ചേച്ചിയും അതേപോലെ ഞങ്ങളുടെ മാമും ബി എമ്മും കൂടെയാണ് റൂം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെൽബി ചേച്ചിയും ജെസി ചേച്ചിയും അശ്വതി ചേച്ചിയും അവർക്ക് വേറെ റൂമായിരുന്നു. അപ്പോൾ അവർ ആ റൂം എടുത്തു, ഞങ്ങൾ ഈ റൂം എടുത്തു. സോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര വലിയ റൂം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ. വലിയ ലോങ് മിറർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ചേച്ചിയാണ് എനിക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂം ടൂറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. യെസ്, സോ അതിനുശേഷം പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, ഒരു 4-5 മാസത്തെ ഗ്യാപ്പിന് ശേഷം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോവാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ലൈക്ക് നമ്മൾ ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോവാമെന്ന്, എന്തെങ്കിലും മേടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങളൊരു എല്ലാവരും ഒന്ന് ഫ്രഷായി ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാമെന്ന് കരുതി. സോ യെസ്, അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് പോവാം കേട്ടോ. കണ്ടോ ഇവരുടെ ഓരോ കളക്ഷൻസും കണ്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു പ്ലേസും അതേപോലെ ഇവരുടെ ഒരു ആംബിയൻസും എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൻറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു.
സോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് സ്ലോലി ഇറങ്ങി കീ ഫ്രണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോയി. പിന്നെ നേരെ നമ്മൾ പോയത് അവിടുന്ന് ഐ ഗെസ് ബ്രോഡ്വേയിലേക്കായിരുന്നു. ഐ തിങ്ക് ഒരു ഓട്ടോ എങ്ങാണ്ട് എടുത്തു. പക്ഷേ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മാം പറഞ്ഞു ഫുഡ് വന്നിട്ടുണ്ട്, സോ നമുക്കത് കഴിച്ചിട്ട് പോകാം. സോ ദാറ്റ് പിന്നെ നമ്മൾ വരുന്ന വരെ വിശന്നിട്ട് വരണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ ഒരു ക്ലിപ്പ് എന്നെ മിസ്സായി. നല്ല അടിപൊളി ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അതിന് നേരെ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയി. എല്ലാവരും വൻ പർച്ചേസിങ് ആയിരുന്നു. പക്ഷെ ഞാനൊരു സാധനം മേടിച്ചില്ല കേട്ടോ. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. സോ ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എല്ലാവരും ബിസി പർച്ചേസിങ് ആയിരുന്നു. ഞാനിങ്ങനെ തീരെ പോരാ അതെടുക്കാന്നില്ല, ഞാനൊന്നും വാങ്ങിയില്ല. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ പോയിട്ട് എല്ലാവരും ഓൾറെഡി നല്ല എക്സോസ്റ്റഡും നല്ല ടയേർഡായിരുന്നു. സോ നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീം ഒന്നല്ല, നമ്മളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെയും കുറേ നേരം ഇരുന്ന് ലൈക്ക് എല്ലാവരും അവരുടേതായിട്ടുള്ള കുറേ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തു. ലൈക്ക് ജോയിൻ ചെയ്തപ്പോൾ നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടിട്ടുള്ളതും അതേപോലെ നാളത്തെ പ്രോഗ്രാം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കുറേ സ്റ്റോറീസ് എനിക്ക് അവർ ത്രൂ കേൾക്കാനും അറിയാനൊക്കെ പറ്റി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ ഐ വാസ് ലൈക്ക് എല്ലാം ഞാൻ ഇവരുടെ സ്റ്റോറീസൊക്കെ കേട്ട് കുറേ നടന്നു. ആൻഡ് ഞങ്ങൾ അതിനുശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കൊച്ചിയിൽ വന്നിട്ട് ഈ ഒരു ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ളൊരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെല്ലാവരും നല്ല മാറ്റി ഒരുങ്ങി കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സോ അശ്വതി ചേച്ചിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മേക്കപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇഡലിയൊക്കെയായിരുന്നു. ആൻഡ് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം നമ്മളൊന്ന് താഴെ വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാഗൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ മാറ്റി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു വലിയൊരു ഫങ്ഷൻ ആണല്ലോ, ഇവൻ്റ് ആണല്ലോ. സോ നമ്മുടെ ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നത് ഗോകുലം കൺവെൻഷൻ സെൻ്ററാണ്. നമ്മുടെ കലൂർ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ളതായിട്ടുള്ള അവിടെ വെച്ചിട്ട് ഗോകുലം കൺവെൻഷൻ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. സോ എല്ലാവരും അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആരെ നോക്കണം എന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈവൻ ഞാൻ പോലും എല്ലാവരും നല്ല രീതിക്ക് വായി നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അവിടുന്ന് ജസ്റ്റ് കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ വന്ന് ഫ്രണ്ട്ലി സീറ്റിൽ നമ്മൾ ഇരുന്നു. കാരണം നമ്മുടെ ചേച്ചിക്ക് കുറച്ച് ട്രോഫീസും ഷീൽഡൊക്കെ കിട്ടാനുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ വന്നപ്പോൾ തന്നെ 9 something ആയപ്പോഴത്തേക്ക് തന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഷുഡ് സേ ദാറ്റ് പ്രോഗ്രാംസൊക്കെ അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. ഞാൻ ഇത്രത്തോളം ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു ഫങ്ഷൻ. ഞാൻ ഇത്രയും ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ ആയിരിക്കും എന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻ ലെവൽ. ആൻഡ് ഞാൻ എല്ലാം നമ്മുടെ കമ്പനിയിലെ ടോപ്പ് അതോറിറ്റീസിനെയൊക്കെ കാണാൻ പറ്റി. അതിൽ കുറേ പേരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റി. ഹർഷ മാം എല്ലാവരെയും കാണിച്ചു തന്നു. കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിപ്പിച്ചു. സോ അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നി. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ജെൻസി ചേച്ചിയുടെ ഫിറ്റാട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി എല്ലാവരുടെയും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. സോ അതിനുശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ലഞ്ചും അത്യാവശ്യം ഹെവി ആയിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് കഴിഞ്ഞ് പോയിട്ട് കുറച്ച് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഒരു DJ പാർട്ടി ആയിരുന്നു. അതും അടിച്ച് പൊളിച്ച് തകർത്തു. നല്ല കിട്ടില്ല DJ പാർട്ടി തന്നെയായിരുന്നു കേട്ടോ. ഐ ഷുഡ് സേ ദാറ്റ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മടുത്തു കളിച്ചിട്ട്. പിന്നെ നമ്മളൊരു 4 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടോ, ബാക്ക് ടു നോർമൽ കോലം വന്നു മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ MG റോഡുള്ള സെൻട്രൽ സ്ക്വയറിലേക്കാണ്. അവിടെ പോയി നമ്മൾ ആദ്യം കഴിച്ചത് ഒരു സോഫ്റ്റ് സെർവ് ആയിരുന്നു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മുകളിൽ പോയിരുന്നു. കാരണം എല്ലാവർക്കും നല്ല രീതിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കനിന്ന് ബർഗറോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അവരും അതേപോലെ KFC-ന്ന് ബർഗറും എന്തൊക്കെയോ എക്സെട്ര ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫോൺ നോക്കുമ്പോൾ തുള്ളി ചാർജില്ല ഗൈസ്. കാരണം ഞാനിത് രാവിലെ ഇട്ടതായിരുന്നു ഫോണിൽ ചാർജ്. പിന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ള ചാർജ് മുഴുവൻ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അശ്വതി ചേച്ചിയും കൂടെ പോയിട്ട് അങ്ങ് അറ്റത്തൊരു സ്ഥലത്ത് പോയിരുന്നു. കുറച്ച് ചാർജൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു 50 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫുഡും വന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം വന്നപ്പോഴത്തേക്കും നമുക്ക് ബസ് കയറാൻ ഓൾറെഡി ബസ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ജെസ്സി ചേച്ചീൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കിടലിനായിട്ടുള്ള ഉറക്കം തന്നെയായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ആലുവ കഴിയുന്ന വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഉണർന്ന് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ആൻഡ് എടപ്പള്ളിയിലൊക്കെ നല്ല ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എടപ്പള്ളി നമ്മുടെ ചേർച്ചിൽ പള്ളിപ്പെരുന്നാളായതുകൊണ്ട് നല്ല റഷായിരുന്നു. അതേപോലെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ചങ്ങമ്പുഴ തൊട്ടിട്ടേ ബ്ലോക്കായിരുന്നു. അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ ഈ ഒരു പ്ലേസൊക്കെ അഗെയിൻ കാണുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട്. കാരണം ഞാൻ ചങ്ങമ്പുഴ ആയിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിയർ ടു പാലാരിവട്ടം ഇവിടെ ആയിട്ടായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നടന്ന് രാത്രി റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ചെറിയ രീതിക്കൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു മൂവ് ഓൺ അല്ലേ. ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു സ്ഥിരം സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഈ വഴി കൂടി ആയിരുന്നു ഞാൻ ആദ്യം സ്റ്റേ ചെയ്ത റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ പള്ളീൻ്റെ ആ ഒരു വഴി കൂടെ. സോ കണ്ടോ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എടപ്പള്ളിയൊക്കെ എത്തിയപ്പോഴത്തേക്കും. പതുക്കെയായിരുന്നു ബസ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ഞാൻ ഈ ക്ലിപ്സൊന്നും ഇടണ്ടെന്ന് കരുതിയത്. ബട്ട് സ്റ്റിൽ സംവെയർ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. സോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി ഹിയർ. നമുക്ക് എന്തെങ്കിലും ഒരു കാലം എടുത്ത് നോക്കുമ്പോൾ നമ്മളന്ന് പോയ ദിവസമായിരുന്നു ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ ചിന്തിക്കാമല്ലോ. ഓക്കെ, സോ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ആലുവ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ സ്ലോലി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. കാരണം ഐ വാസ് ടു ടയേർഡ്. കാരണം ഈ 2 ദിവസമായിട്ടുള്ള ഓട്ടമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഞാൻ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങി. നല്ല പുതപ്പൊക്കെ പുതച്ച് നല്ല വൃത്തിക്ക് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാൻ രാവിലെ ഇവിടെ എത്താനാവുമ്പോഴാണ് ഞാൻ അറിയുന്നത്. മീൻസ് നമ്മുടെ വയനാട് ചുരം കയറുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ നമ്മളിവിടെ ഓൾമോസ്റ്റ് എത്താനായി. അറ്റിൽ ദാറ്റ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രയും സുന്ദരമായിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് ഒരു 3 ഒക്കെ ആകുമ്പോൾ നമ്മൾ എത്തി. സോ അത്രയൊക്കെ ഉള്ളൂ. ബായ്.